അങ്ങനെ നമ്മൾ വീണ്ടും പ്ലാന്റ് ഹണ്ടിങ്ങിന് പോയിട്ടോ. സത്യത്തിൽ നമ്മൾ പ്ലാന്റ് ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതൊന്നുമല്ല. നമ്മളൊരു വൈദ്യനെ കാണാനായിട്ട് പോയതായിരുന്നു. ആ പോയ വഴിക്ക് നമുക്ക് 1, 2 ചെടികൾ കിട്ടി. ഒരു ചെടി നമ്മൾ ആദ്യം കണ്ടു, നമുക്കത് കിട്ടി. അപ്പോൾ അത് നമ്മൾ പറിച്ചെടുത്ത സമയത്ത് നമ്മളത് വീഡിയോ എടുത്തു. പിന്നെ ആ ഒരു ചെടി കിട്ടിയപ്പോൾ തോന്നി എന്നാൽ പിന്നെ അങ്ങ് ഹണ്ട് ചെയ്തേക്കാന്ന് കരുതി. പിന്നെ നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഇങ്ങനെ ചെടികളുണ്ടോ എന്ന് നോക്കി. ഉള്ള ചെടികളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വന്നു. അപ്പോൾ നമ്മൾ എവിടെ പോയാലും ഇങ്ങനെ പ്ലാന്റ്സ് ഉണ്ടോ എന്ന് നോക്കുന്നത് ഒരു ശീലമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിട്ടിയ പ്ലാന്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പീഷ്യ പ്ലാന്റ് ആണ്. സത്യം പറയട്ടെ, എൻ്റെ വീട്ടിൽ എനിക്ക് എപ്പീഷ്യയുടെ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം പോയിട്ട് ഈ ഒരു വെറൈറ്റി ഒരു പോട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു, എനിക്ക് ഈ പ്ലാന്റ് കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഒന്ന് നിറയെ പിടിപ്പിക്കാമായിരുന്നു എന്നിങ്ങനെ വിചാരിച്ചതായിരുന്നു. അങ്ങനെ ആ ഒരു ആഗ്രഹം പോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച കുറച്ച് ചെടികളാണ് എനിക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് എൻ്റെ കയ്യിലുണ്ടായിട്ട് തീർന്നു പോയതും ഒക്കെ ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തതുമായിട്ടുള്ള കുറച്ച് ചെടികൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ആ ചെടികൾ നമുക്ക് കിട്ടി. ചുവന്ന പൂക്കളുണ്ടാവുന്ന എപ്പീഷ്യ പ്ലാന്റ്സ്, നോർമൽ വെറൈറ്റി ആണ് കേട്ടോ ഇത്. പക്ഷേ ഇത് കിട്ടിയപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. നല്ല സന്തോഷം എന്ന് വെച്ചാൽ ഒത്തിരി സന്തോഷമായി. കാരണം ഇവിടെ ഒത്തിരി ഉണ്ടായിരുന്നു. ഈ ഒരു മതിലയിൽ ഇങ്ങനെ നിറയെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1, 2 തൈ കൊണ്ട് വെച്ചാൽ തന്നെ ആ ഒരു പരിസരം മുഴുവൻ ഉണ്ടായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കുറേ പറിച്ചെടുത്തു. ഇതിൻ്റെ അടുത്ത് ഇതൊരു പറമ്പാട്ടോ, ഒരു വഴിയും പറമ്പൊക്കെ കൂടെ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഒരു വീടൊക്കെ ഉണ്ട്. അവരുടെ വീട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് തെറിച്ച് വീണ കഷ്ണങ്ങൾ ഉണ്ടായി കിടക്കുന്നതാണ് ഈ കാണുന്ന എപ്പീഷ്യ ചെടികൾ. അപ്പോൾ അത് നമ്മൾ കളക്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വന്നപ്പോൾ ഒരു ചെടി കണ്ടു. ആ ഒരു ചെടി പറിക്കാനായിട്ട് ഞാൻ വരുമ്പോഴാണ് താഴേക്ക് നോക്കിയപ്പോൾ ഇവിടെ ഒരു ഫിലോഡൻഡ്രം പ്ലാന്റ് കിടക്കുന്നു. ആ കളർ കണ്ടപ്പോൾ തന്നെ ഞാൻ ചാടി വീണു. അപ്പോൾ ഇത് നമുക്കുള്ള പ്ലാന്റാണ്, എന്നാലും ഇത് കണ്ടപ്പോൾ ഇട്ടിട്ട് പോകാൻ തോന്നിയില്ല. അങ്ങനെ ഈ പ്ലാന്റും പറിക്കാമെന്ന് കരുതി. ആ പ്ലാന്റ് പറിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിയപ്പോഴാണ് അതിൻ്റെ അടുത്ത് 2-3 പ്ലാന്റ് നിൽക്കുക കേട്ടോ. 2-3 പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥലത്തെല്ലാം കൊണ്ടിട്ടിട്ട് വളർന്നു വന്നതാണ്. ഇത് കണ്ടില്ലേ, ക്രീപ്പിംഗ് ചാർലി. നേരത്തെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ തീർന്നു പോയ പ്ലാന്റാണ്. പക്ഷേ ഈ ഒരു പ്ലാന്റൊന്നും ഞാൻ കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. ആഗ്രഹിക്കാതെ തന്നെ കിട്ടിയ ബോണസായിട്ട് കിട്ടിയ പ്ലാന്റ്സ് ആണിത്. ക്രീപ്പിംഗ് ചാർലി നമുക്ക് കിട്ടി. നല്ല രസമുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് കിട്ടി. അതേപോലെ തന്നെ ഇവിടെ എപ്പീഷ്യയുടെ വേറൊരു വെറൈറ്റി ഉണ്ടായിരുന്നു. ആ ഒരു ബ്രൗൺ കളർ ലീഫ് വരുന്ന ഒരു എപ്പീഷ്യ പ്ലാന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഫിലോഡൻഡ്രൻ്റെ പ്ലാന്റ് കിട്ടി. അതുപോലെ എപ്പീഷ്യയുടെ ഒരു വെറൈറ്റി കിട്ടി. പിന്നെ നമുക്ക് ക്രീപ്പിംഗ് ചാർലിയും കിട്ടി. അങ്ങനെ 3 പ്ലാന്റ് ഈ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടി. ഇത് കണ്ടില്ലേ, ഒരു തോടും അതുപോലെ തന്നെ ഒരു പറമ്പും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ ആരോ വെട്ടിക്കളഞ്ഞിട്ട് കൊണ്ടിട്ട് വേസ്റ്റിൽ നിന്നും പടർന്ന് പിടിച്ചുണ്ടായ ചെടിയാണിത്. നമ്മളെ കാത്തിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു ഇവിടെ. എന്തായാലും ഇവർക്ക് നല്ല യോഗമുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കാനും വളരാനുള്ളൊരു യോഗമുള്ള ചെടികളാണ് ഇവരെല്ലാവരും തന്നെ. അപ്പോൾ നമ്മൾ അതവിടെ നിന്ന് കളക്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഈ ഒരു പ്ലാന്റും ഉണ്ടായിരുന്നു കേട്ടോ. വാട്ടർ മെലൺ ബിഗോണിയയുടെ ഒരു പ്ലാന്റും ഉണ്ടായിരുന്നു, കുറച്ച് നീണ്ട ഇല വരുന്ന പ്ലാന്റ്. ആ ചെടിയും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതും കണ്ട സ്ഥിതിക്ക് അതും കൂടെ എടുക്കാമെന്ന് കരുതി അതിൻ്റെ 2 ചെറിയ തണ്ടെടുത്തു. എല്ലാത്തിൻ്റെയും ചെറിയ ചെറിയ തണ്ടുകളാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടോ. അത് മതി ഇത് പിടിച്ച് കിട്ടാനായിട്ട്. അപ്പോൾ അത് നമ്മൾ കളക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഒരു ചെടി കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞില്ലേ, ആ ഒരു ചെടി ഞാൻ കാണിച്ചു തരാം. അതിവിടെ നിൽക്കുന്ന കണ്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയിട്ടോ. ഇതാണ് നമ്മുടെ അലോക്കേഷ്യ കുക്കുലാറ്റ എന്ന് പറയുന്ന ചെടി. അപ്പോൾ ഇതിങ്ങനെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആട്ടോ. നോർമൽ പ്ലാന്റ്സ് ആണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് തീർന്നു പോയ പ്ലാന്റ്സ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒറ്റെണ്ണം പോലും ഇല്ല. ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമായി. ഇവിടെ ഇങ്ങനെ ഇത് നിൽക്കുന്നുണ്ടല്ലോ, പറമ്പിൽ നിൽക്കുമ്പോൾ ഈ ചെടിയൊക്കെ അങ്ങ് ആർത്തലച്ച് നല്ല ആരോഗ്യത്തോട് കൊഴുത്ത് തളിർത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നിൽക്കാറില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇവിടുന്ന് കുറച്ച് തൈകൾ പറിച്ചെടുത്തു. കണ്ടില്ലേ, അപ്പോൾ ഇത്രയും തൈകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ നമുക്ക് ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോകാം. കാരണം ഇത് ആരുടെയും ഉടമസ്ഥതയിലുള്ള സ്ഥലം ഉടമസ്ഥതയിലുള്ളതാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ റോഡ് സൈഡിൽ കുറച്ച് ചെടികൾ നിൽക്കുന്നത് കണ്ടു. ഈ ചെടിയുടെ പേരെനിക്കറിയില്ല, ഡ്രസീനിയ വെറൈറ്റി എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്ലാന്റ്. ഇതും നല്ല ഒരു ലാൻഡ്സ്കേപ്പിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇവിടെ വലിയൊരു പ്ലാന്റ് നിൽക്കുന്നുണ്ട്. അതും റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ.
മെയിൻ റോഡാണ്, അതിൻ്റെ സൈഡിലാണ് ഈ ചെടി ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ കാടും പടലൊക്കെ കയറി ഇങ്ങനെ ഇത് നിൽക്കുകയാണ്. ഇതും നല്ല ഭംഗിയിൽ ഇങ്ങനെ നല്ല ആരോഗ്യത്തോടു കൂടി വളർന്ന് നിൽക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ വേറെയും ഒരു ചെടി കണ്ടു, നമ്മുടെ റെഡ് റൂബിയുടെ ചെടിയില്ലേ, ഓൾട്ടർനന്തര പ്ലാന്റ്, അതും ഇവിടെ നിൽക്കുന്നുണ്ട്. കണ്ടോ, ഈ ചുവന്ന് കാണുന്ന ചെടി ആ ഒരു ചെടിയാണ്, നമുക്ക് ബോർഡറായിട്ട് വെക്കാൻ പറ്റുന്ന ചെടി. അതിൻ്റെ തൊട്ടടുത്തൊരു യുജീനിയ പ്ലാന്റിൻ്റെ ചെറിയൊരു തൈ നിൽക്കുന്നുണ്ടോ, ഇതും ഇവിടെ നിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ യുജീനിയ പ്ലാന്റ്, ഈ റെഡ് റൂബിയുടെ പ്ലാന്റ്, പിന്നെ നമ്മുടെ നന്ദ്യാർവട്ടം പ്ലാന്റും കൂടെ ഇവിടെ നമ്മൾ നിൽക്കുന്നത് കണ്ടോ, നന്ദ്യാർവട്ടം പ്ലാന്റ്. അപ്പോൾ ഇത്രയും ചെടികൾ ഇവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി പണ്ട് ഇവിടെ വലിയ പെട്ടിക്കടയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അവർ നട്ടുപിടിപ്പിച്ച, ഏതെങ്കിലും ചേട്ടന്മാർ നട്ടുപിടിപ്പിച്ച ചെടികളായിരുന്നിരിക്കണം ഇത്. അപ്പോൾ അത് കടയൊക്കെ പോയപ്പോൾ അതിവിടെ നിൽക്കുന്നതാണെന്ന് കരുതി. അപ്പോൾ ഇത്രയും ചെടികൾ നമുക്ക് ഇന്ന് കിട്ടി കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്ലാന്റ് ഹണ്ടിങ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു പ്ലാന്റ് ഹണ്ടിങ് വീഡിയോയോ അല്ലെങ്കിൽ ഒരു ഗാർഡനിങ് വീഡിയോയോ അല്ലെങ്കിൽ പ്ലാന്റ് സെയിൽ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഹാപ്പി ഗാർഡനിങ്. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.